അപ്പോൾ ഇതേ നമ്മളെ സ്വാമിമാരൊന്ന് മലയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിവിടെ തനിച്ച് നിന്നോളാന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ട് അച്ഛന് അനിയനെയും നാത്തൂനെയും വീട്ടിലോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അവർ ഏകദേശം സന്ധ്യയായ സമയത്ത് എത്തി. അപ്പോൾ ഇതേ നമ്മൾ അല്ലൂട്ടിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് അനിയൻ്റെ മോനാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഐസ്ക്രീം കഴിക്കലും ഞങ്ങളിപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നൊക്കെ തിരക്കിലാട്ടോ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നു പോകും കേട്ടോ. അവർ വന്ന സന്തോഷത്തിൽ നമ്മൾ ചിലപ്പോൾ വീഡിയോയുടെ ഓർമ്മയുണ്ടാവില്ല. അവരായിട്ടുള്ള ഭയങ്കര വർത്തമാനം കേട്ടോ. അപ്പം ഇനി അച്ഛനും അമ്മയും എന്താ കൊടുത്തയച്ചൊന്ന് നോക്കിയാലോ. തേ മുരിങ്ങേൻ്റെ ഇല, നല്ല വീട്ടിലുള്ള മുരിങ്ങ കേട്ടോ. അപ്പം മുരിങ്ങേൻ്റെ ഇല, പിന്നെ ഏറ്റവും വേണ്ട ഒരു സാധനമാണ് നമ്മളെ കറിവേപ്പില. അത് എത്ര കൊടുത്തയച്ചാലും എൻ്റെ അടുത്ത് നിന്ന് കേട് വരുത്തുമില്ല. അത് ഞാൻ അത്രയ്ക്ക് എല്ലാത്തിനും വേണ്ട ഒരു സാധനം. പിന്നെ ഇതേ അച്ചാർ, മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങ ഉപ്പിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിൽ റെഡിയാക്കി അവർ 2 ദിവസം ഇവിടെ നിൽക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് എല്ലാം കൂടെ ഒന്നിച്ചാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവർ വരുന്ന സന്തോഷത്തിൽ വീഡിയോയുടെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ വിഷുവിന് വരുമ്പോഴേക്കിന് മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അനിയത്തി. പിന്നെ ഇത് മക്കളിവിടെ പൂത്തിരി എത്തിക്കുകയാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ അല്ലൂട്ടനെ പേടിയാണ്. അതുകൊണ്ട് അവന് പൂത്തിരി മതി. അനിയൻ കടയിൽ പോയിട്ട് പൂത്തിരി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട്, കാരണം അവന് ഏതാ ഇഷ്ടം വെച്ചാൽ അതായിക്കോട്ടെ എന്നും പറഞ്ഞങ്ങാണ്ട്. പക്ഷേ അനിയൻ്റെ കുട്ടിക്ക് പടക്കം പൊട്ടിക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മളെ ആശാന് പടക്കം പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് മോളെ മൈലാഞ്ചി ഏകദേശം ഈ ഒരു ഇതായിട്ട്. കാരണം ഇത് കുറച്ച് കളറും പോകുന്നുണ്ട്. പെട്ടെന്നുള്ള ചോക്കുന്ന മൈലാഞ്ചി